എവരിവൺ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മാർക്കറ്റിംഗിനെ കുറിച്ചിട്ടും അതിന്റെ സാധ്യതകളെ കുറിച്ചിട്ടുമാണ്. ആദ്യം തന്നെ എന്താണ് മാർക്കറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അതൊരു പ്രോസസ്സാണ്. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയും ക്ലയൻസിനെയും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്കോ അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ചിട്ടോ അറിയിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിരുന്നു. അതായത് നമ്മൾ പ്രോഡക്ട്സിനെ കുറിച്ച് അറിഞ്ഞിരുന്നത് മെയിൻ ആയിട്ടും നോട്ടീസസിലൂടെയും ഹോർഡിങ്സിലൂടെയും ബോർഡ്സിലേക്കൂടെയും ബ്രോഷേഴ്സിലൂടെയും അതുപോലെ TV അഡ്വർടൈസ്മെന്റ്സ്, പിന്നെന്താ റേഡിയോസ്, ഇവയൊക്കെ ത്രൂ ആണ് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സർവീസസിനെ കുറിച്ചിട്ടോ അറിഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ? ട്രഡീഷണൽ മാർക്കറ്റിംഗ് എക്സ്പെൻസീവ് മാത്രമല്ല, ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും അതുപോലെ തന്നെ അവരിൽ നിന്നുള്ള റെസ്പോൺസ് കിട്ടാനും കാലതാമസം ഉണ്ട്. അവിടെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ത്രൂ ഡിജിറ്റൽ ചാനൽസ്. ഒരുപാട് ജോലി സാധ്യതയാണ് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്കായിട്ടുള്ളത്. ഫേസ്ബുക്ക്, ലിങ്ക്ഡ്ഇൻ, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഇതുപോലുള്ള ഇന്റർനെറ്റ് മേഖലകൾ വളർന്നപ്പോഴാണ് ഈ കമ്പനീസ് ത്രൂ പ്രൊമോഷൻസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി വളർന്നു വന്നത്. ഇതിലൂടെ നമ്മൾക്ക് നമ്മളുടെ പ്രോഡക്ട്സിനെ കുറിച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്യുക മാത്രമല്ല, ബ്രാൻഡിങ്ങും പോസിബിൾ ആണ്. ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വളരെയധികം ജോലി സാധ്യത ഉള്ളതുപോലെ ആർക്കും പഠിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്യാവശ്യം നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ, അത് യൂസ് ചെയ്യാൻ അറിയെങ്കിൽ, ഇന്റർനെറ്റ് യൂസ് ചെയ്യാനും അതുപോലെ സോഷ്യൽ മീഡിയാസ് ഹാൻഡിൽ ചെയ്യാനും സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു ജോലിയിലേക്ക് നോക്കാവുന്നതാണ്. ഏതൊരു കമ്പനിയും എക്സ്പെക്ട് ചെയ്യുന്നത് റിസൾട്ട്സ് ആണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? SEO, SEM, SMM, അതുപോലെ തന്നെ വെബ് അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്, മൊബൈൽ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് മെയിനായിട്ടും കവർ ചെയ്യുന്ന ടോപ്പിക്സ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി നമ്മൾക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ വൈഷ്ണവ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.